മത്സരത്തിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് തുടക്കത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വെച്ചാൽ റയൽ മാഡ്രിഡ് പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം പിന്നെ റയൽ മാഡ്രിഡിൻ്റെ പ്രസ്സിങ്ങൊക്കെ വലിയുന്നു. അവർ പിന്നെ ആ ഒരു മിഡ് ബ്ലോക്കിൽ നിന്നും ഡീപ്പ് ബ്ലോക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ആ ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുടക്കത്തിൽ പിന്നെ കെവിൻ ഡെ ബ്രോയിനയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു ലോ ക്രോസ് നമ്മൾ കാണുന്നു. സ്റ്റോൺസിന് പകരം അക്കാഞ്ചിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കാഞ്ചിയാണ് ആ മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്ന പരിപാടി ഡിഫൻസിൽ നിന്ന് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൈൽ വാക്കർ തിരിച്ചു വന്നിട്ടുള്ളത് സിറ്റി സംബന്ധിച്ചോളം വലിയ ആശ്വാസം കൊടുക്കുന്ന സംഭവമാണ്. കാരണം വിനി ജൂനിയറിൻ്റെയും റോഡ്രിഗോയുടെയൊക്കെ പേസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിയാണെന്നുള്ളത് നമുക്കറിയുന്നതാണ്. അത് തന്നെ നമ്മൾ മത്സരത്തിൽ കാണാനും സാധിച്ചു. അങ്ങനെ ആ രീതിയിൽ തുടങ്ങുന്നു. പിന്നെ കമവിംഗയുടെ ഒരു ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നൊരു അറ്റംപ്റ്റ് നമ്മൾ കാണുന്നത് നേരെ കീപ്പറിൻ്റെ കൈകളിലേക്ക് പോകുന്നു. പിന്നെ ഗോൾ എങ്ങനെയാണ് റയൽ മാഡ്രിഡ് അടിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ലുനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ കീ ആയിരുന്നു. അതായത് ഓർക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സേവുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മത്സരത്തിലുടനീളം 8 സേവുകൾ അദ്ദേഹം നടത്തുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബോൾ ക്യാച്ചിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇനി പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അദ്ദേഹത്തിൻ്റെ 2 സേവുകൾ വളരെ ക്രൂഷ്യലായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ഷൂട്ടുള്ള റെക്കോർഡ് പറഞ്ഞാൽ ഇമ്മൻസ് ആണ്. 26 പെനാൽറ്റി അറ്റംപ്റ്റുകളിൽ 10 സേവ് ചെയ്തതിൻ്റെ റെക്കോർഡ് പറഞ്ഞാൽ മെൻ്റൽ റെക്കോർഡാണ്. പിന്നെയോ അതിൻ്റെ മെൻറ്റാലിറ്റി വളരെ കാമാണ്, വളരെ കമ്പോസ്ഡാണ്. മത്സരം വിജയിക്കുമ്പോഴും അദ്ദേഹം അടുത്ത പെനാൽറ്റി സേവ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത്. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല ഒന്ന് ആലോചിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ റയൽ മാഡ്രിഡ് സംബന്ധിച്ചോളം അവർക്ക് തിബോ കോർട്ടുവ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവരെ നോക്കുകയാണ് ഇനി ആരാണ് നമ്മുടെ വല കാക്കാൻ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ലുനിൻ പറയുകയാണ് ഞാൻ കാത്തോളാം എന്ന രീതിയിൽ പറയുകയാണ്. ഒപ്പം കെപ്പയും കൂടി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ റയൽ മാഡ്രിഡ് ലോൺ എന്ന് ചെൽസിയിൽ നിന്നും. പക്ഷേ കെപ്പയ്ക്ക് ചാൻസ് കൊടുത്തു. അത് വർക്കൗട്ട് ആകാത്ത സാഹചര്യത്തിൽ എന്താണ് അത് വർക്കൗട്ട് ആവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ആ സാഹചര്യത്തിൽ ലുനിൻ തന്നെ വല കാക്കാനുള്ള പരിപാടി അങ്ങ് ഏറ്റെടുക്കുകയാണ്. അത് എത്ര മനോഹരമായിട്ടാണ് ചെങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എത്ര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. ഒരു തരത്തിലും എളുപ്പമുള്ളൊരു ജോലിയല്ല നമുക്കറിയുന്നതാണ്. പക്ഷേ മനോഹരമായിട്ട് ആ പണി ചെയ്യുകയാണ്. അങ്ങനെ ഈ കെപ്പയുടെ ഹെൽപ്പ് ഷൂട്ടൗട്ടിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് പിന്നീട് ആണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ വായിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു ബെർണാർഡോ സിൽവയുടെ ഷോട്ട് സേവ് ചെയ്തതിലൊക്കെ കെപ്പയ്ക്ക് ഒരു പങ്കുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും ആ ഒരു ഗോളിൽ ലുനിൻ കാർവാഹാലിലേക്ക് ബോൾ എത്തിക്കുന്നു. കാർവാഹാൽ അത് ചെസ്റ്റ് ഡൗൺ ചെയ്യുന്നു. ആ ഒരു അവസരത്തിൽ ഗ്വാർഡിയോള വന്നിട്ട് അവിടെ പ്രസ് ചെയ്യാണ് കാർവാഹാലിനെ. അപ്പോൾ കാർവാഹാൽ ഉടനെ തന്നെ ആ ബോൾ അങ്ങോട്ട് ഹൂഫ് ചെയ്യാണ് ആ ഒരു മാൻസിറ്റിയുടെ ഏരിയയിലേക്ക്. അവിടേക്ക് കൃത്യമായിട്ടും ഈ മാൻസിറ്റിയുടെ ലൈൻ വളരെ ഹൈ ആണെന്ന് നമുക്കറിയുന്നതാണ്. അപ്പോൾ ജൂഡ് ബെല്ലിംഗാം റയലിൻ്റെ ഏരിയയിൽ നിന്നാണ് റൺ നടത്തുന്നത്. അതുകൊണ്ട് ഓഫ് സൈഡ് ആകാൻ ഒരു സാധ്യതയില്ല. എന്നതിന് ശേഷം ആ ഒരു ഹൂഫ് ചെയ്തിട്ടുള്ള ബോൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ബോൾ കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അത് മനോഹരമായിട്ട് കൺട്രോൾ ചെയ്യാണ് ജൂഡ് ബെല്ലിംഗാം. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സാണ് അവിടെ നമുക്ക് കാഴ്ചവെച്ച് തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് ആ ഒരു സാഹചര്യത്തിൽ റോഡ്രി ഓടിച്ചെന്നിട്ടായിരുന്നു. പക്ഷേ ആ ഒരു ടച്ചിൽ റോഡ്രിയെ ബീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ ഡിയാസ് വന്നിട്ട് പിന്നെ അവിടെ ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഡിയാസിനെ മറികടക്കുന്നു. എന്നിട്ട് ഫെഡെ വാൽവർദെ അപ്പോഴേക്കും റണ്ണ് നടത്തിയിട്ട് റൈറ്റിലൂടെ ഫെഡയെ പിക്ക് ചെയ്യുന്നു. പിന്നെന്താണ് സംഭവം എന്ന് വെച്ചാൽ അവിടെ കൈൽ വാക്കറിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ഒരു ഡിഫെൻസീവ് ലൈന് കീപ്പ് ചെയ്യാത്ത കൈൽ വാക്കറിൻ്റെ പ്രശ്നം. കാരണം അവിടെ റോഡ്രിഗോയാണ് കൈൽ വാക്കർ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കുന്നുണ്ടായിരുന്നത്. വിനി ജൂനിയർ കൃത്യമായിട്ടും ബോക്സിലേക്ക് ഒരു റണ്ണ് നടത്തുന്നു. അവിടെ വിനി ജൂനിയറിനെ വേണമെങ്കിൽ ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പിൽ പൂട്ടാമായിരുന്നു. അതിന് കൈൽ വാക്കർ സമ്മതിക്കുന്നില്ല. അങ്ങനെ വിനി ജൂനിയർ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡ് ബൈലൈനിലേക്ക് എത്തുന്നിട്ട് ആ ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു. അത് റോഡ്രിഗോ മീറ്റ് ചെയ്യാണ്. റോഡ്രിഗോ മീറ്റ് ചെയ്യുമ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷിന്നിൽ തട്ടിയിട്ട് ആ ഒരു സാധനം മിസ്കിക്കാകിയിട്ട് അത് എഡേഴ്സിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നു. പക്ഷേ തിരിച്ച് വീണ്ടും റോഡ്രിഗോയിലേക്ക് വന്നു. അതിൻ്റെ കമ്പോസറോടെ കാഴ്ചവെക്കാണ് അദ്ദേഹം. അങ്ങനെ അത് മനോഹരമായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്യണം ആ ഒരു സെക്കൻഡ് അറ്റംപ്റ്റിൽ. അങ്ങനെ ഓഫ് സൈഡ് ഫ്ലാഗിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോപ്പിലാണ് സിറ്റിയുടെ ആരാധകരിക്കുന്നത്. രക്ഷയില്ല, അവിടെ ക്ലീനാണ്, ഓൺ സൈഡാണ്. അങ്ങനെ റയൽ മാഡ്രിഡ് ലീഡ് എടുക്കുന്നു. അവർക്ക് വേണ്ട രീതിയിലുള്ള ലീഡ് അവർ കിട്ടുകയാണ്. അത് പ്രതീക്ഷ തന്നെയാണ് അവർ പോകുന്നത്. 12ാമത്തെ മിനിറ്റിൽ തന്നെ കിട്ടുന്നു. പിന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് തന്നെ നീങ്ങുന്നു. ആ ഒരു മിഡ് ബ്ലോക്കിൽ നിന്ന് അവരുടെ പ്രസ്സിംഗ് ഒക്കെ പിന്നെ കാണാനേ പറ്റുന്നില്ല. കോച്ചിങ് സ്റ്റാഫുകൾ അവരെ മുമ്പോട്ടേക്ക് പിന്നെ മൂവ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ സിറ്റി പിന്നെ എക്സ്ട്രാ ആ ഒരു മോട്ടിവേഷനോടുകൂടി കളിക്കുകയാണ്. അവർ പിന്നെ റയൽ മാഡ്രിഡിനെ അങ്ങോട്ട് പുറകിലേക്ക് വലിച്ചു. റയൽ മാഡ്രിഡും ഇങ്ങനെ മെല്ലെ ലോ ബ്ലോക്കിലേക്ക് നീങ്ങി വരണം. മെല്ലെ അല്ല, വളരെ പെട്ടെന്ന് തന്നെ ലോ ബ്ലോക്കിലേക്ക് നീങ്ങി വരുന്നു. പക്ഷേ എന്താണ്, ആ സെൻട്രൽ ഏരിയ പാക്റ്റാണ്. സെൻട്രൽ ഏരിയയിലൂടെ കടക്കാൻ പറ്റുന്നില്ല സിറ്റി സംബന്ധിച്ചോളം. അവർക്ക് വൈഡ് ഏരിയയിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഗ്രീലിഷിന് ഒരുപാട് ബോൾ കിട്ടുന്നു. പ്രത്യേകിച്ച് അവർ ആ ഒരു കാർവാഹാലിൻ്റെ ഏരിയയാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിനിടയിൽ അപ്പുറത്തു കൂടെയും ചില അറ്റാക്കുകൾ നടത്തുന്നു. പക്ഷേ എന്താ സംബന്ധിച്ചാൽ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫോഡൻ പക്ഷേ ആ ഒരു റൈറ്റ് സൈഡിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ബെർണാർഡോ സിൽവ ആ ഒരു ലെഫ്റ്റ് 8 ആയിട്ടും പിന്നെ റൈറ്റ് 8 ആയിട്ട് കെവിൻ ഡെ ബ്രൂയിനെയും കളിക്കുന്നു. പക്ഷേ നമുക്കറിയാലോ KDBക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഫോഡൻ പക്ഷേ കൂടുതലും ആ റൈറ്റ് വിങ്ങിലാണ് നിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഏരിയ അല്ല എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം സെൻട്രൽ ഏരിയയിലേക്ക് നീങ്ങുമ്പോഴാണ്. അത് സെക്കൻഡ് ഹാഫിൽ പിന്നീട് അദ്ദേഹം സെൻട്രൽ ഏരിയയിലേക്ക് നീങ്ങി. അതൊക്കെ നമ്മൾ
കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അദ്ദേഹം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു റൈറ്റ് വിങ് ഏരിയയിലാണ്. അതിൽ നിന്ന് അവിടെ നിന്ന് കാര്യമായിട്ട് അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. ഗ്രീലിഷ് നല്ല രീതിയിൽ ഇൻവോൾവ് ആകുന്നു. ഗ്രീലിഷും ബെർണാർഡോ സിൽവയും നല്ല രീതിയിൽ കമ്പനി ചെയ്ത് കളിക്കുന്നു. ഗ്രീലിഷിൻ്റെ ടേണുകളും ട്വിസ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നു. അത് കാർവഹാലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഗ്രീലിഷ് ബെറ്റർ പ്ലെയർ ആയിരുന്നു സിറ്റിയെ സംബന്ധിച്ചോളം ഫസ്റ്റ് ഹാഫിൽ എന്നുള്ളത് എടുത്ത് പറയുന്ന സംഭവമാണ്. അങ്ങനെ എന്താണ് ആ ഒരു ഗോളിന് ശേഷമുള്ള മാൻ സിറ്റിയുടെ അറ്റാക്കുകളുടെ വേവുകൾ നമ്മൾ കാണുകയാണ്. അങ്ങനെ റോഡ്രിയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ളൊരു സ്വിച്ച് ഗ്രീലിഷിലേക്ക് വരുന്നു. അത് പിന്നെ ഔട്ടാകാൻ പോകുന്ന സാധനം ഗ്രീലിഷ് കീപ്പ് ചെയ്യുന്നു. ബെർണാർഡോ സിൽവ എടുക്കുന്നു. ബെർണാർഡോ സിൽവ ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുക്കുന്നു. ഹാലണ്ട് അത് മീറ്റ് ചെയ്യാണ്. ഹാലണ്ട് ഇത്തവണ നാച്ചോക്ക് മുകളിലൂടെ റൈസ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെഡർ പുറത്തേക്ക് പോകുന്ന കാര്യമാണ്. നേരത്തെ ജമ്പ് ചെയ്തു അവിടെ ഹാലണ്ട്. പിന്നെന്താണ് അക്കാഞ്ചി ആ ഒരു മിഡ്ഫീൽഡിലേക്ക് വരുന്നത് നമുക്കറിയുന്നതാണ്. അങ്ങനെ കെവിൻ ഡെ ബ്രൂയ്നെ പിക്ക് ചെയ്യുകയാണ്. കെവിൻ ഡെ ബ്രൂയ്ൻ്റെ ഓവർലാപ്പിംഗ് റൈറ്റ് സൈഡിലുള്ളത് പിക്ക് ചെയ്യുന്നു. അത് ക്രോസും കെവിൻ ഡെ ബ്രൂയ്നെ വയലൻ്റ് അടുത്ത് ചെയ്യുന്നത് ഹാലണ്ടിന് ഉദ്ദേശിച്ചാണ് കൊടുക്കുന്നത്. പക്ഷേ ഹാലണ്ടിലേക്ക് എത്തുന്നില്ല. അതിന് മുമ്പേ ലുനിൻ അത് പിന്നെ തട്ടി മാറ്റുന്നു. പക്ഷേ അത് ബോക്സിൽ തന്നെ കിടക്കുകയാണ്. റയലിന് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അത് ബെർണാർഡോ സിൽവ ഹെഡ് ചെയ്തിട്ട് മറ്റൊരു ഹെഡിങ് ഓപ്പർച്യൂണിറ്റി ഹാലണ്ടിന് ലഭിക്കുകയാണ്. മനോഹരമായിട്ട് അദ്ദേഹം ഹെഡ് ചെയ്തിട്ടുണ്ട് ഇത്തവണ. പക്ഷേ ആ ലൂപ്പിംഗ് ഹെഡർ ബാറിൽ തട്ടിയിട്ട് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെ അവിടെ റയൽ മാഡ്രിഡ് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ സിറ്റി കൂടെ പ്രാന്ത് പിടിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുകയാണ്. ഹാലണ്ട് ഹെവിലി ഇൻവോൾവ് ആണ് ഈ ഒരു സംഭവത്തിൽ. അവിടെ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ പ്രസൻസ് അദ്ദേഹം കാഴ്ചവെക്കുന്നതിന് ശേഷം തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള ഗ്രീലിഷിനെ പിക്ക് ചെയ്യാണ്. അപ്പോഴേക്കും എന്താണ് ഗ്രീലിഷ് ബോക്സിലേക്ക് എത്തി ആ ഒരു ഷോട്ട് അടിക്കുമ്പോഴേക്കും റുഡിഗർ പറന്നു വന്ന് ബ്ലോക്ക് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക്. പിന്നെ എന്താണ് സംഭവിച്ചാൽ ഹെഡേഴ്സിൻ്റെ ക്ലിയറൻസ് കമോവിംഗ മിഡ്ഫീൽഡ് ഏരിയയിൽ വിൻ ചെയ്യുന്നു. എന്നിട്ട് അത് വിനിയിലേക്ക് എത്തുകയാണ്. വിനിയുടെ കൺട്രോൾ അൺബിലീവബിളാണ്. ഒരു രക്ഷയില്ലാത്ത കൺട്രോൾ അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഡിയാസിനെ മറികടന്നിട്ട് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഡിയാസും ഗ്രീലിഷും ട്രാക്ക് ബാക്ക് ചെയ്ത് വരുന്നുണ്ട്. ഗ്വാർഡിയോളൊക്കെ വിനി ജൂനിയറിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നു. ആ ഒരു അവസരത്തിൽ കാർവഹാൽ നേരത്തെ ഒരു റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ നിൽക്കുകയാണ് കാർവഹാലിലേക്ക് ആ പാസ് കൊടുക്കുകയാണ് വിനി ജൂനിയർ. ലെഫ്റ്റിൽ നിന്ന് ആ ഒരു ബോക്സിൻ്റെ സെൻറ്ററിലൂടെ റൺ ചെയ്തിട്ടുള്ള കാർവഹാലിൻ്റെ അറ്റംപ്റ്റ്. പക്ഷേ അവിടെ ഗ്വാർഡിയോൾ മനോഹരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. ആ ഒരു പിന്നെ ഡേഞ്ചർ സെൻസ് ചെയ്തിട്ട് ഗ്വാർഡിയോൾ കാർവഹാലിലേക്ക് നീങ്ങിയിട്ട് ആ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ ഒരു സിറ്റുവേഷൻ കഴിയുന്നു. പിന്നെ നമ്മളെന്താണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അറ്റംപ്റ്റുകൾ കെവിൻ ഡെ ബ്രൂയ്നയുടെ അറ്റംപ്റ്റ് ഔട്ട്സൈഡ് ദ ബോക്സിൽ എന്നുള്ളത് കാർവഹാലിന് യെല്ലോ കിട്ടുന്നത് നമ്മൾ കണ്ടു. ഗ്രീലിഷിനെ ഫൗൾ ചെയ്തതിന്. പിന്നെ ഫോഡൻ്റെ ഷോട്ട്, അത്തരത്തിലുള്ള സംഭവങ്ങൾ അതൊക്കെ ഔട്ട്സൈഡ് ദ ബോക്സിലുള്ള സംഭവങ്ങളായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ റയൽ മാഡ്രിഡ് പ്രസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. കാരണം മാനേജർ അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ എന്താണ് സിറ്റി വളരെ ഈസിലി പ്രസ് ബീറ്റ് ചെയ്തിട്ട് കോർണർ വിൻ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണണം. കോർണർ ഇഷ്ടം പോലെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സിറ്റി. പക്ഷേ കാര്യമായിട്ടൊന്നും ആ കോർണർ അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്. 18 കോർണറുകളാണ് മൊത്തം മത്സരത്തിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതുകൊണ്ട് എന്ത് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. കാര്യമായിട്ടൊന്നും അവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ലുനിൻ കുറേയൊക്കെ സേവ് ചെയ്യുന്നു, തട്ടി മാറ്റുന്നു. ചിലതൊക്കെ നേരെ വഴിയിലേക്ക് പോകാനുള്ള സംഭവങ്ങളായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു നല്ല കീപ്പർ സംബന്ധിച്ചോളം ഈസിലി സേവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. കാര്യമായിട്ട് ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കോർണറിൽ നിന്ന് സിറ്റി എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കോർണറിൽ നിന്ന് സെക്കൻഡ് ഹാഫിന് തുടക്കത്തിൽ കിട്ടിയുള്ള കോർണറിൽ നിന്ന് ലുനിൻ സേവ് ചെയ്യുന്നു. അത് എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് ഗ്രീലിഷിലേക്കാണ് വന്നു വരുന്നത്. അതിൻ്റെ വോളി കിടിലം വോളി നല്ല രീതിയിൽ അത് അദ്ദേഹം ഹിറ്റ് ചെയ്തു. പക്ഷേ ലുനിൻ അത് സേവ് ചെയ്യാണ്. നേരെ ലുനിൻ്റെ കൈകളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വിനി ജൂനിയർ സംബന്ധിച്ചോളം ഒരു വളരെ റെയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഇവർക്ക് ട്രാൻസിഷനിൽ കിട്ടുന്നുള്ളൂ റയൽ മാഡ്രിഡ് സംബന്ധിച്ചോളം. ആ ഒരു അവസരത്തിൽ പിന്നെ റോഡ്രിഗോ ലെഫ്റ്റ് സൈഡിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പകരം ജൂഡിൻ്റെ റൈറ്റിലുള്ള റണ്ണ് പിക്ക് ചെയ്യാനാണ് വിനി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പകരം അത് റോഡ്രിഗോ പിക്ക് ചെയ്യാനാണ്. പക്ഷേ അവസാനം അത് റോഡ്രിഗോയിൽ തന്നെ എത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഔട്ട്സൈഡ് ദ ബോക്സിലുള്ള അറ്റംപ്റ്റ് വളരെ വേവേഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ വൺസ് അഗെയിൻ ലുനിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാണാണ്. ആ ഒരു റൈറ്റ് ഏരിയയിലേക്ക് ബോൾ കൊടുക്കുന്നു. ആ ഒരു അവസരത്തിൽ അവിടെ ഫെഡെ വാൽവെർദെ ചെസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അത് പിന്നെ കാർവഹാലിലേക്ക് കൊടുക്കുന്നു. കാർവഹാൽ അതുമായിട്ട് അങ്ങോട്ട് ബേസ്റ്റ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുകയാണ്, ഡ്രൈവ് ചെയ്ത് പോകാൻ ശ്രമിക്കുകയാണ്. ഗ്രീലിഷ് വന്നിട്ട് ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു. അവിടെ ഗ്രീലിഷിന് യെല്ലോ കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാണ്. ഈ കാർവഹാലിൻ്റെ ആ ഒരു എല്ലാം കൊടുക്കാനുള്ള മെൻറ്റാലിറ്റി ഒരു രക്ഷയില്ല എന്നുള്ള എടുത്ത് പറയേണ്ട സംഭവമാണ്. ഒരു രക്ഷയില്ല, എൻ്റെ പൊന്നോ. പിന്നെന്താണ് ഗ്വാർഡിയോളിനും അതേ തരത്തിൽ പിന്നെ ജൂഡ് ബെല്ലിംഗാമിനെ ടാക്കിൾ ചെയ്തതിന് യെല്ലോ കിട്ടും നമ്മൾ കണ്ടു. പിന്നെയാണ് പെപ് ഗാർഡിയോള ശരി ഇത് നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ കാര്യമായിട്ട് അങ്ങോട്ട് ത്രട്ടൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വരുന്നു. പിന്നെ മാത്രമല്ല സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നത് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ബൈലൈനിലേക്ക് എത്തിയതിന് ശേഷം ആ ഒരു ഫാർ പോസ്റ്റിലേക്ക് ക്രോസ് ചെയ്ത് കൊടുത്തിട്ട് ഹാളൻഡിനോട് ഹെഡ് ചെയ്യാൻ പറയുന്ന തരത്തിലുള്ള സംഭവം കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വളരെ ഈസിലി റയൽ മാഡ്രിഡ് ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. പിന്നെ ബെർണാർഡോ സിൽവ റൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയും ഫോഡൻ ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു 8 ആയിട്ടോ അല്ലെങ്കിൽ 10 ആയിട്ടോ ഒക്കെ കളിക്കുന്ന സാഹചര്യം സെൻട്രൽ ഏരിയയുടെ കളിക്കുന്ന നമ്മൾ കാണുന്നത്. അതിനിടയിൽ 72ാമത്തെ മിനിറ്റിലാണ് ചേഞ്ച് വരുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച്. ഗ്രീലിഷിനെ മാറ്റിയിട്ട് ഡോക്കുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്.
അതായത് ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഗെയിമിൽ വേണം എന്നുള്ള ആ ഒരു പരിപാടിക്കാണ് ഡോക്കൂനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരെ ലെഫ്റ്റ് വിങ്ങിൽ അദ്ദേഹത്തെ കളിപ്പിക്കുന്നു. ഗ്രീലിഷ് നല്ലൊരു വിങ്ങറാണ്, ട്രിക്കി ആയിട്ടുള്ള വിങ്ങറാണ്, പക്ഷേ കാര്യമായിട്ട് പ്ലെയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണാറില്ല. അപ്പോൾ കാർവാഹാലിന് ആ യെല്ലോ കിട്ടിയുള്ള സാഹചര്യം അദ്ദേഹം ടേക്ക് ഓൺ ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എന്താണ് ആ ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചർ ആ ഒരു വിങ്ങിൽ നിന്നും കാണുന്നില്ല. കാരണം റൈറ്റ് വിങ്ങിലാണെങ്കിൽ എന്താണ് ഫോർഡനാണ് കളിക്കുന്നത്. ഈ ടോണി ക്രോസിനൊക്കെ ഡ്രാഗ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് വൈഡ് ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്യുക. കാരണം സെൻട്രൽ ഏരിയ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ടോണി ക്രോസും കെവിൻ ഡെ ബ്രൂയ്നും തമ്മിലുള്ള ഡ്യൂലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. റേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ സംഭവങ്ങളും ബോക്സിൽ ഒരു തവണ കെവിൻ ഡെ ബ്രൂയ്നെ ക്രൂസിനെ ഫൗൾ ചെയ്തൊരു സാഹചര്യം, വളരെ ലിറ്റിൽ കോൺടാക്ട് ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ അവിടെ എക്സ്പീരിയൻസ് ഒക്കെയാണ് ടോണി ക്രോസ് യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പേസ് ഇല്ലെങ്കിലും എക്സ്പീരിയൻസ് യൂസ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിങ് എബിലിറ്റി നമ്മൾ കാണാണ്. കാരണം ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ അത്ലറ്റിക് ആയിട്ട് ഭയങ്കര ഫിസിക്കലായിട്ട് ഡിഫെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. റീഡ് ചെയ്താൽ മതി. റീഡ് ചെയ്യാനുള്ള കഴിവ് വേണം. പൊസിഷനിൽ നിൽക്കാനുള്ള ആ ഒരു പ്ലെയറിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. അതൊക്കെ ഒരുപാടുള്ളൊരു പ്ലെയറാണ് ടോണി ക്രോസ് എന്നുള്ള കാര്യം ഓർക്കണം. കഴിഞ്ഞ ആ ഒരു സീസണിൽ എറ്റിഹാദിൽ മാൻസിറ്റി റയൽ മാഡ്രിഡിനെ തകർത്ത് കളഞ്ഞപ്പോൾ ടോണി ക്രോസൊക്കെ ശരിക്കും ഇടങ്ങറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ സീസണിൽ എന്താണ് ടോണി ക്രോസിൻ്റെ ഇടവും വലവും വളരെ അത്ലറ്റിക് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് കൂടുതൽ ബെറ്ററായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ശരിയാണ്, അതിന് ഓൺ ദ ബോൾ കാര്യമായിട്ടൊന്നും പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ബോൾ കിട്ടുന്ന കാര്യത്തിൽ എന്തൊരു കാമാണ് ചെങ്ങ എന്നുള്ള കാര്യം ഓർക്കണം. വളരെ കാം, ഒടുക്കത്തെ കാംനെസ്. എങ്ങനെ സാധിക്കുന്നടോ, എങ്ങനെ ഇത് സാധിക്കുന്നത്? കാരണം കളി കാണുന്ന നമുക്ക് റയലിന് ബോൾ കിട്ടുമ്പോൾ പ്രതീക്ഷ ചെയ്യുന്നത് വെച്ചാൽ അത് ഹൂഫ് ചെയ്ത് അടിച്ച് കളയി എന്നുള്ളൊരു ചിന്തയായിരിക്കും. പക്ഷേ ബോൾ കിട്ടുമ്പോൾ റയൽ മാഡ്രിഡ് അങ്ങനെ ഹൂഫ് ചെയ്ത് കളയോ അടിച്ച് കളയോ അല്ല, നാച്ചോ ആണെന്ന് തോന്നുന്നു അങ്ങനെ അടിച്ചു കളയാനൊക്കെ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസിങ്ങിലാണ് ഇത്തിരി പ്രശ്നം വരുന്നത്. ബാക്കി എല്ലാവരും അവർക്കറിയാം എന്താണ് ഇത് ട്രാൻസിഷൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ള പാസ് പിക്ക് ചെയ്യണം. പക്ഷേ വളരെ റെയറായിട്ടാണ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ റയൽ മാഡ്രിഡിന് ട്രാൻസിഷൻ ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നുണ്ടായിരുന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. മിക്കവാറും ആ ഒരു ഓഫ് ദ ബോൾ പലപ്പോഴും കൺട്രോളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഗോൾ വരെയെങ്കിലും അവർ ഓഫ് ദ ബോളിൽ കൺട്രോളിലായിരുന്നു. അങ്ങനെ റോഡ്രി ഡോക്കുവിനെ പിക്ക് ചെയ്യാണ് ഒരു ഡയഗണലിലൂടെ. ആ ഒരു സാഹചര്യത്തിൽ എന്താ സംഭവിച്ചാൽ ഫെഡെ വാൽവെർദെ ഡോക്കുവിൻ്റെ അടുത്തുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഫെഡയെ ബീറ്റ് ചെയ്യുകയാണ് അവിടെ ഡോക്കു തൻ്റെ ഡ്രിബിൾ കൊണ്ട്. ബീറ്റ് ചെയ്തിട്ട് ബൈലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബൈലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം ആ ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു. ഈ ഒരു അവസരത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ആ ഒരു ക്രോസാണ് കൊടുക്കുന്നത്, ആ ഒരു 6 യാർഡ് ഏരിയയിലേക്ക്. കട്ട് ബാക്ക് അല്ല, ആ ഒരു ക്രോസ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ കെവിൻ ഡെ ബ്രൂയ്നെ ബോക്സിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ റണ്ണ് നടത്തിയിട്ടുണ്ട്. അവിടെ കമവിംഗയോട് കൃത്യമായിട്ട് ജൂഡ് ബെല്ലിംഗാം പറയുന്നുണ്ട് അത് ട്രാക്ക് ചെയ്യാൻ. പക്ഷേ കമവിംഗ അത് ശ്രദ്ധിക്കുന്നില്ല. കെവിൻ ഡെ ബ്രൂയ്നെ ബോക്സിലേക്ക് കടന്നു നിന്നിട്ടുണ്ടായിരുന്നു. റുഡിഗർ ആ ഒരു ഡോക്കുവിൻ്റെ ക്രോസ് ഡിഫെൻഡ് ചെയ്തു. പക്ഷേ അത് നേരെ ചെന്ന് വീഴുന്നത് കെവിൻ ഡെ ബ്രൂയ്ൻ്റെ കാലുകളിലേക്കാണ്. അവിടെ അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗ്രേറ്റ് കമ്പോസർ കാഴ്ചവെക്കുകയാണ്. ചില പ്ലെയേഴ്സൊക്കെ ചിലപ്പോൾ വളരെ അടുത്താണ്, ബോക്സിൻ്റെ അടുത്താണ്, വലയുടെ അടുത്താണ്, അവിടെ നിന്ന് വേണമെങ്കിൽ പുറത്തേക്ക് അടിച്ച് കളയാം. അതിന് പകരം അദ്ദേഹം മനോഹരമായിട്ട് കീപ്പറിൻ്റെ മുകളിലൂടെ അത് ഗോളാക്കി മാറ്റാണ്. സിറ്റി തിരിച്ചു വന്നിരിക്കുകയാണ്. സിറ്റി ആരാധകരെ സംബന്ധിച്ചോളം ഇതാണ് മൊമെൻറ്റ്. ഇനി നമ്മൾ ജയിച്ചോളും എന്നുള്ള തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം സിറ്റി ഇങ്ങനെ വേവ് ആഫ്റ്റർ വേവ് അറ്റാക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ റയൽ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു. വല്ലാത്ത രീതിയിൽ ട്രെയിനോ ബസ്സോ അല്ലെങ്കിൽ ഡബിൾ ഡക്കറോ ഒക്കെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഗോൾ വീണതിന് ശേഷം കുറച്ച് കയോട്ടിക് ആയിട്ടുണ്ടായിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ഡിഫൻസിൽ ആബ്സെൻറ്റ് കോൺസെൻട്രേഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പിന്നെ വേറെന്താ സംബന്ധിച്ചാൽ ഈ അക്കാഞ്ചിയാണ് ആ ഒരു ബിറ്റ്വീൻ ദ ലൈൻസ് പൊസിഷനൊക്കെ അദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ സംഭവിച്ചാൽ അക്കാഞ്ചിക്ക് അവിടെ ബോൾ കിട്ടിയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം ഓർക്കണം. അതിന് പകരം ടെക്നിക്കൽ പ്ലെയറാണ് അവിടെ എത്തിയിരുന്നെങ്കിൽ കാര്യങ്ങൾ മാറിപ്പോയേനെ. ആ ഒരു ഗോൾ അടിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എറ്റിഹാദിലെ നോയ്സിനെ കുറിച്ച് പല രീതിയിലുള്ള കിംവദന്തികൾ ഇങ്ങനെ പരക്കാറുണ്ട്. പക്ഷേ എറ്റിഹാദിൽ ഉള്ള നോയ്സ് ഇന്നലെയൊക്കെ അൺബലീവബിൾ ആയിരുന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിരുന്നു. അപ്പോൾ അവർ മനോഹരമായിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കെവിൻ ഡെ ബ്രൂയ്നയുടെ ഒരു കേളർ എഫേർട്ട് നമ്മൾ ആ ഒരു ഫോർഡൻ ബെർണബിയിൽ അടിച്ചിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് കാണുന്നു. ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അത് ജസ്റ്റ് ബാറിന് മുകളിലൂടെ പോകുന്നത് ലുനിൻ തട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കുറവൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റെഫറി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 79-ാം മിനിറ്റിൽ ടോണി ക്രോസിനെ പിൻവലിക്കുന്നു. ലുക്കിറ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഡോക്കു അഗെയിൻ 2 പ്ലെയേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുകയാണ്. കാരണം ഡോക്കുവിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. അപ്പോൾ കാർവാഹാലിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഫെഡെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഡോക്കു എന്തെന്ന് വെച്ചാൽ ഇത്തവണ അക്കാഞ്ചിയുടെ റണ്ണ് പിക്ക് ചെയ്യാണ്. ബോക്സിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ റൺ ചെയ്തിട്ടുള്ള അക്കാഞ്ചിയെ പിക്ക് ചെയ്യുന്നു. അക്കാഞ്ചിയും ട്രാക്ക് ചെയ്യുന്നില്ല ഇത്തവണ റയൽ മാഡ്രിഡ്. അങ്ങനെ അക്കാഞ്ചി ഇത്തവണ ബൈലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം കട്ട് ബാക്ക് കൊടുക്കുകയാണ്. ആ കട്ട് ബാക്ക് കൊടുക്കുന്നത് നേരെ കെവിൻ ഡെ ബ്രൂയ്നയുടെ കാലുകളിലേക്കാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, ബോക്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ അറ്റംപ്റ്റ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, അദ്ദേഹം ബാറിന് മുകളിലൂടെ അടിച്ചു കളയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. മത്സരം വിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം ആ ഒരു പിന്നെ 82-ാം മിനിറ്റിൽ അത് ഗോളായിരുന്നെങ്കിൽ ചിലപ്പോൾ പിന്നെ റയൽ മാഡ്രിഡിന് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാകും. കാരണം
നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എഴുതള്ളാൻ പറ്റില്ല എന്നുള്ളത് വീണ്ടും പറയുകയാണ്. പക്ഷേ സ്റ്റിൽ ഒരു മാസീവ് അഡ്വാൻറ്റേജ് അവിടെ പ്രത്യേകിച്ച് ഇത്തിഹാദിൽ സിറ്റിക്ക് ലഭിച്ചേനെ. ആ ഒരു ചാൻസ് KDBക്ക് അടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ ഒരു മൊമെൻറ്റ് കഴിയുന്നു. പിന്നെ നമ്മൾ എന്താണ് കാണുന്നത് വെച്ചാൽ ബ്രഹീമിനെ കൊണ്ടുവരികയാണ്. റോഡ്രിഗോയെ പിൻവലിച്ചിട്ട് 84ാമത്തെ മിനിറ്റിൽ. പിന്നെ 90ാമത്തെ മിനിറ്റിലുള്ള റയൽ മാഡ്രിഡിൻ്റെ ബ്രേവറി നമ്മൾ കാണാണ്. ഡോക്കുവിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാണ് ബോക്സിൽ. ലൂക്കിറ്റയിലേക്കാണ് ബോൾ എത്തുന്നത്. ലൂക്കിറ്റയും ബോക്സിലാണ് നിൽക്കുന്നത്. കമവിംഗയ്ക്ക് പാസ് ചെയ്യാണ്. ബോക്സിൽ തന്നെയാണ് കമവിംഗ ഉള്ളത്. എന്നിട്ട് കമവിംഗ അവിടെ കമ്പോസർ കാഴ്ചവെക്കുകയാണ്. അങ്ങനെ അവിടെ വിനി ജൂനിയറിന് പാസ് ചെയ്യുന്നു. വിനി ജൂനിയറിൻ്റെ ഫ്ലിക്കിൽ ബ്രഹീം ഡിയാസിനെ അദ്ദേഹം റിലീസ് ചെയ്യാണ്. ബ്രഹീം ഡിയാസ് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ റോഡ്രി അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ഫോൾ നടത്തുന്നു. അവിടെ ഒരു സിനിക്കൽ ഫോൾ നടത്തുന്നു. യെല്ലോ കാർഡ് വാങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാം. പിന്നെ എന്താണ്, മത്സരം 90 മിനിറ്റ് കഴിയുന്നത് ഒരു കോർണറിലാണ്. അപ്പോൾ 18 കോർണറുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ സിറ്റിക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു കോർണറിൽ അത് ഹാളണ്ടിന് കാര്യമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാളൻ്റെ കാലുകളിലേക്ക് വന്നു വീഴുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 90 മിനിറ്റ് കഴിയുന്നു. വളരെ ടെൻസ്ഡ് ആയിട്ടുള്ളൊരു അഫെയർ. ഇനി 30 മിനിറ്റ് കൂടിയുണ്ട്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ വൺ വേ ട്രാഫിക് ആയിരുന്നു. പെപ് ഗോർഡിയോളയുടെ ടീം ഇങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ ബോൾ സർക്കുലേറ്റ് ചെയ്യുന്നു. അവർ റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു ഡിഫൻസിനെ ബ്രീച്ച് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. എല്ലാ രീതിയിലും കളിക്കുകയാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ ഈ മത്സരം കഴിഞ്ഞിട്ടുള്ള സാഹചര്യം തല ഉയർത്തി തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകാമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റയലിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹാഫിൽ ആകെ ഒരേ ഒരു അറ്റംപ്റ്റ് നടത്താൻ സാധിച്ചിട്ടുള്ളൂ. ആകെ 28% പൊസഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡിന് 37% പൊസഷൻ ഉണ്ടായിരുന്നു. സിറ്റിക്കാണെങ്കിലോ സെക്കൻഡ് ഹാഫിൽ 72% പൊസഷൻ, 15 അറ്റംപ്റ്റുകൾ, 5 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവർ ഭയങ്കരമായിട്ട് അൺപ്രഡിക്റ്റബിൾ ആകുന്നത് ആ ഒരു ഡോക്ക് വന്നിട്ടുള്ള സാഹചര്യത്തിലാണ്. കാർവഹാലൊക്കെ ആ ഒരു ഏരിയയിൽ കുറേ കൂടി ഇടങ്ങറാവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ ബയണുമായിട്ടുള്ള റയൽ മാഡ്രിഡിൻ്റെ മത്സരം കുറേ കൂടി റയലിന് ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതും നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നല്ല ഇടങ്ങറായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നോക്കൗട്ട് മത്സരങ്ങളിൽ ഇത്തിരി ലക്ക് കൂടി ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷെ ബയണിൻ്റെ ട്രിക്കി വിംഗർമാർ ചിലപ്പോൾ റയൽ മാഡ്രിഡിന് സിറ്റി ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പണി കൊടുക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ആ ഒരു ഡയറക്റ്റ് അപ്രോച്ച് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നു ഈ ബയൺ മ്യൂണിക്കിൻ്റെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവം. മാത്രമല്ല ഹാരി കെയ്നും ഏർലിംഗ് ഹാലണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് കെയ്ന് ഡീപ്പായിട്ട് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാളണ്ടിനെ ട്രാക്ക് ചെയ്യുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്റിലാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ദിവസത്തിൽ സംസാരിക്കാം. അപ്പം സിറ്റി ഈക്വലൈസർ അടിച്ചുള്ള സാഹചര്യത്തിൽ വേറെ വല്ല സൈഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കപ്പിച്ചുലേഷൻ സംഭവിച്ചേനെ. അവിടെ റയലിൻ്റെ ഭാഗത്ത് നിന്ന് കപ്പിച്ചുലേഷൻ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അവർ പൊരുതി നിന്നു. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. അപ്പോൾ ഹാളണ്ടിനെ പിൻവലിക്കുന്നു. അൽവാരസിനെ കൊണ്ടുവരികയാണ് പെപ് ഗോർഡിയോള. ഹുലിൻ അൽവാരസ് ആണെങ്കിൽ കുറേ കൂടി അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ലിങ്കപ്പിലൊക്കെ ചിലപ്പോൾ കൂടുതൽ സഹായകരമാകും എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്തയുടെ പുറത്തായിരിക്കണം അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്ട്രാ ടൈമിൽ നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ എന്താണ്, സിൽവയുടെ ഒരു ക്രോസ്, ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ഫിൽഫോർഡിൻ്റെ കാലുകളിലേക്ക് വന്ന് വേണം. ബോക്സിൽ അദ്ദേഹം ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഫസ്റ്റ് ടച്ചിൽ അടിക്കാൻ നോക്കിയാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ 2 കാലിലും തട്ടുന്ന ഒരു കാര്യമാണ്. അതായത് കംപ്ലീറ്റ് മിസ് ഹിറ്റ് സംഭവിക്കുന്ന ഒരു കാര്യം. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പിന്നെ 102ാമത്തെ മിനിറ്റിൽ വിനി ജൂനിയറിനെ പിൻവലിക്കുകയാണ് കാർലോ ആൻചെലോട്ടി. കാരണം വിനി ജൂനിയർ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തെ പിൻവലിക്കുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള ആ ഒരു റേസ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളതാണ്. മറ്റൊരു റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്ക്, അത് ലൂക്കിറ്റയാണ് മനോഹരമായിട്ട് ഒരു ഓവർ ദ ടോപ്പ് ബോൾ കൊടുക്കുന്നത്. റൈറ്റ് ചാനലിലൂടെ റൺ ചെയ്തിട്ടുള്ള വിനി ജൂനിയറിനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിനി ജൂനിയറിൻ്റെ ആ ഒരു കോൺഫിഡൻസ് അവിടെ തല്ലിക്കെടുത്തുകയായിരുന്നു വോക്കർ എന്നുള്ള കാര്യം ഓർക്കണം. കാരണം ആ ഒരു റേസിൽ വോക്കർ വിൻ ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റി, അദ്ദേഹം ബോഡിയിട്ടുള്ള രീതി, അത് വിനി ജൂനിയറിൻ്റെ കംപ്ലീറ്റ് ഗ്യാസ് തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ പിൻവലിക്കുന്നു. വാസ്കസിനെ കൊണ്ടുവരുന്നു. വാസ്കസ് വന്നതിന് ശേഷം പിന്നെ കുറച്ചുകൂടി എനർജി നമുക്ക് ഈ റയൽ മാഡ്രിഡിൻ്റെ ഗെയിമിൽ കാണാൻ പറ്റും. അതിനിടയിലാണ് 105ാമത്തെ മിനിറ്റിൽ ബ്രഹീം ഡിയാസിൻ്റെ മനോഹരമായിട്ടുള്ള റിവേഴ്സ് ബോൾ, ഒരു കോർണർ റയൽ മാഡ്രിഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിയാണ്, എക്സ്ട്രാ ടൈമിലാണ് റയൽ മാഡ്രിഡ് മത്സരത്തിൽ ആദ്യത്തെ കോർണർ കിട്ടുന്നത്. ആ കോർണർ ക്ലിയർ ചെയ്തത് ലെഫ്റ്റ് സൈഡിലെ ഡിയാസിലേക്ക് എത്തുന്നു. ബ്രഹീം ഡിയാസ് മനോഹരമായിട്ടുള്ള റിവേഴ്സ് ബോൾ. റുഡിഗർ ആ ഒരു കോർണറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് മനോഹരമായിട്ടുള്ള മൂവ്മെൻറ്റ് അവിടെ നടത്തുകയാണ്. അത് പ്രതീക്ഷിക്കുന്നില്ല മാൻ സിറ്റിയുടെ താരങ്ങൾ. റുഡിഗർ അത് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ അദ്ദേഹം ക്ലീനായിട്ട് ഹിറ്റ് ചെയ്തു. പക്ഷേ അത്ര ക്ലീനായിട്ട് അത് ഹിറ്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് പുറത്തേക്ക് പോകുന്നൊരു കാര്യം നമ്മൾ കണ്ടു. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ എക്സ്ട്രാ ടൈമിൽ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഇതിനിടയിൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. മിലിറ്റാവെ കൊണ്ടുവരുന്നു. കാർവഹാലിൻ്റെ റേസ് പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ടായിരുന്നു. മിലിറ്റാവോ റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നു. സിറ്റി ആണെങ്കിൽ കൊവാച്ചിച്ചിനെ കൊണ്ടുവരുന്നു. കെവിൻ ദെ ബ്രൂയിനെ പിൻവലിക്കുന്നു. സ്റ്റോൺസിനെ കൊണ്ടുവരുന്നു. അക്കാഞ്ചിയെ പിൻവലിക്കുന്നു. പിന്നെ നമ്മൾ അൽവാരസിൻ്റെ ഒരു അറ്റംപ്റ്റിൽ നിന്നാണ് ആ ഒരു എക്സ്ട്രാ ടൈം ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ആ ഒരു റൈറ്റ് സൈഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ട് നേരെ കീപ്പറിൻ്റെ കൈകളിലേക്ക് പോകുന്നൊരു സാഹചര്യം. അങ്ങനെ എക്സ്ട്രാ ടൈം തീരുന്നു. 120 മിനിറ്റ്സ് ഫുട്ബോൾ കഴിയുന്ന സാഹചര്യത്തിൽ മാൻ സിറ്റി അവർക്ക് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. പക്ഷേ ബ്രീച്ച് ചെയ്യാൻ സാധിച്ചില്ല.
ഒന്നിൽ കൂടുതൽ ഗോളുകൾ അവർക്ക് അടിക്കാൻ സാധിച്ചില്ല. റുഡിഗറൊക്കെ ഒരു മതിൽ പോലെ നിൽക്കുകയാണ്, ബാക്കി എല്ലാവരും സഹായിക്കുകയാണ്. ഫെഡെ വാൽവെർദെയൊക്കെ എന്താ ചെങ്ങായി, എന്താ ഇയാളെ കുറിച്ചിട്ടൊക്കെ പറയുക. അതായത് കളി കഴിഞ്ഞിട്ടും ചെങ്ങായി ചിലപ്പോൾ എത്തിഹാദിൽ ഒരു 2 റൗണ്ട് ഓടിയിട്ടുണ്ടാവും, എന്നിട്ടായിരിക്കും ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിട്ടുണ്ടാവുക. ഒരു വിഷയമല്ല, അത് ഒടുക്കത്തെ വർക്ക് റേറ്റാണ്, ഒരു രക്ഷയില്ല. മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി സംബന്ധിച്ചിടത്തോളം അവർ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പെനാൽറ്റി ഷൂട്ടൗട്ട് നേരിടുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. റയൽ മാഡ്രിഡ് ആണെങ്കിൽ അവസാനമായിട്ട് ആ ഒരു 2015-16 സീസണാണ് അവസാനമായിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ട് നേരിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള സൈഡാണ്, നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിൽ എന്തൊക്കെ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണോ വേണ്ടത് അതൊക്കെ ഉള്ളതാണ് റയൽ മാഡ്രിഡ് സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ടോസും കാര്യങ്ങളൊക്കെ കൈൽ വാക്കർ വിൻ ചെയ്യുന്നു. കൈൽ വാക്കർ ആദ്യത്തെ കിക്ക് എടുക്കുക എന്നുള്ള തീരുമാനം എടുക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു മാൻ സിറ്റിയുടെ ആരാധകരുടെ ആ ഒരു പോസ്റ്റാണ് ചൂസ് ചെയ്യുന്നത്, സ്വാഭാവികം. അങ്ങനെ ആദ്യത്തെ കിക്ക് എടുക്കുന്നത് ഹുലിൻ അൽവാരസ് ആണ്. വേൾഡ് കപ്പ് ഫൈനലൊക്കെ കളിച്ചിട്ടുള്ള ചെങ്ങായാണ്, നമുക്കറിയാം. വളരെ കൂളായിട്ട് ആ കിക്ക് എടുക്കുന്നു, നല്ലൊരു പെനാൽറ്റി. അങ്ങനെ അൽവാരസിൻ്റെ ആ ഒരു ഗോളിലൂടെ മാൻ സിറ്റി അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. ഇനി ലുക്ക മോഡ്രിച്ച് ആണ് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ക്യാമ്പയിനർ വരുന്നു. 38 വയസ്സുള്ള, വേൾഡ് കപ്പിലൊക്കെ നോക്കൗട്ട് മത്സരങ്ങളിലൊക്കെ ഗോളുകൾ അടിച്ചിട്ടുള്ള, അതായത് പെനാൽറ്റികൾ അടിച്ച് പദം വന്നിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. വരുന്നു, ഒരു നെർവസ്നെസ്സും കാണുന്നില്ല. അദ്ദേഹം കിക്ക് എടുത്തത് എഡേഴ്സൺ സേവ് ചെയ്യാണ്. അതായത് എഡേഴ്സൺ തൻ്റെ റൈറ്റിലേക്ക് ചാടുന്നു, അവിടേക്ക് തന്നെ ലുക്കിറ്റ് അടിക്കുന്നു. നല്ലൊരു സേവ് എഡേഴ്സൺ നടത്തുകയാണ്. അങ്ങനെ അഡ്വാൻറ്റേജ് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ്. ഭീകരമായിട്ടുള്ള നോയ്സ് മാൻ സിറ്റിയുടെ ആരാധകരുണ്ടാക്കുന്നു. ഇനി എന്താണ് സിറ്റി സംബന്ധിച്ചിടത്തോളം അവരുടെ കിക്ക് എടുക്കാൻ വരുന്നത് ബെർണാർഡോ സിൽവയാണ്. പക്ഷേ ഈ കിക്ക് ബെർണാർഡോ സിൽവ എടുക്കുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചാൽ ലുക്ക മോഡ്രിച്ച് ആ ബോൾ അടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രസ്ട്രേഷനിൽ. അപ്പോൾ ആ ബോൾ ചെന്ന് വീഴുന്നത് ആ ഒരു ക്രൗഡിലാണ്. അത് മാൻ സിറ്റിയുടെ ആരാധകരുടെ അടുത്ത് തന്നെയാണ്. അവർ ആ ബോൾ കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ബെർണാർഡോ സിൽവ അവിടെ എത്തുമ്പോൾ ബോളില്ല. ബോൾ എവിടെയെന്നുള്ളതാണ് ചോദിക്കുന്നത്, റെഫറി ആണെങ്കിലും പ്ലെയർ ആണെങ്കിലും. പിന്നെ ബോൾ കിട്ടുന്നു. അപ്പോൾ അത്രയും ആ ഒരു വെയിറ്റിംഗ് ടൈം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിന് മുമ്പുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, ഈ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കോച്ചിങ് സ്റ്റാഫിനെ സഹായിക്കാൻ കെപ്പ കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈവൻ ലുനിനും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ മിലിറ്റാവ് മാത്രമാണ് അത്ര കിക്ക് എടുക്കാൻ തയ്യാറാവാതെ വന്നത്. കാരണം എഡേഴ്സിന് തന്നെ അറിയാമെന്നുള്ളൊരു കാര്യം മിലിറ്റാവ് പറയുന്നു. ബാക്കി എല്ലാവരും തയ്യാറായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ പെനാൽറ്റി ടേക്കേഴ്സിനെ ചൂസ് ചെയ്യണം. റയൽ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ടുള്ള ലോപ്പിസും ഇതിൽ കാര്യമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ലുനിനോട് കെപ്പ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ബെർണാർഡോ സിൽവ നേരെ അടിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ്. കാരണം 2019 ലീഗ് കപ്പിൻ്റെ ഫൈനലിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കെപ്പയ്ക്ക് ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു ലുനിനോട്. അപ്പോൾ ലുനിൻ എന്താ, അല്ലെങ്കിൽ ഒരു കീപ്പർ സംബന്ധിച്ചോളം ഒരു ഗാമ്പിൾ എടുക്കണം. ആ ഗാമ്പിൾ ബെർണാർഡോ സിൽവയിൽ എടുക്കാമെന്നുള്ള തീരുമാനം എടുക്കുകയാണ്. അത് വർക്കൗട്ട് ആവുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിന് നമുക്ക് കെപ്പക്കും ക്രെഡിറ്റ് കൊടുക്കണം. അതായത് ഒന്നാമത് കുറേ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു ബെർണാർഡോ സിൽവയ്ക്ക്. അങ്ങനെ ബെർണാർഡോ സിൽവ ഒരു പനൻക്കൊക്കെയുള്ള ശ്രമമാണ് നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്താ പറയുക, കീപ്പറോളം മത്സരത്തിന് മുമ്പുള്ള പ്രാക്ടീസ് സെഷൻ പോലത്തെ ഒരു സാധനം നേരെ കൈകളിലേക്ക് വരാണ്. ലുനിൻ അനങ്ങിയില്ല, സെൻറ്ററിൽ തന്നെ നിന്നു. അപ്പോൾ ആ ഒരു ഗാമ്പിൾ വർക്കൗട്ട് ആയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ലുക്ക മോഡ്രിച്ചിൻ്റെ മുഖത്തുള്ള ആശ്വാസം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ലുക്ക മോഡ്രിച്ച് ആ ഒരു കിക്ക് എടുത്തിട്ട് അത് പിന്നെ സേവ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട്. കാരണം കംബാക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് പുത്തിരിയല്ലല്ലോ, അതിപ്പോൾ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണെങ്കിലും. അങ്ങനെ ഇനി റയലിൽ കിക്ക് എടുക്കാൻ വരുന്നത് ജൂഡ് ബെല്ലിംഗാമാണ്. ജൂഡ് ബെല്ലിംഗാം വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ചങ്ങായിയാണ്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആ വരവിൽ നമുക്ക് കാണാൻ പറ്റും, ആ ബോൾ എടുക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും, ബോൾ വെക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും, അതേമാതിരി റണ്ണപ്പ് നടത്തുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഫുൾ കോൺഫിഡൻസ്, മനോഹരമായിട്ടുള്ള കിക്ക്. അദ്ദേഹം പിന്നെ ഗോൾ കീപ്പറിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് അടിച്ചത്. എഡേഴ്സൺ അപ്പുറത്തേക്ക് ചാടി. അങ്ങനെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് കിക്കാണത്. കാരണം എന്താണ്, സേവ് നടത്തിയതിന് ശേഷം ഉള്ള ആ ഒരു കിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിക്ക്. ഇപ്പോൾ സ്കോർ 1-1 എന്നുള്ള രീതിയിലാണ്. ഈ സിറ്റിയുടെ കിക്ക് എടുക്കാൻ വരുന്നത് മറ്റാരുമല്ല, കൊവാച്ചിച്ചാണ്. കൊവാച്ചിച്ച് വളരെ പെട്ടെന്ന് പെനാൽറ്റി എടുക്കാൻ പോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ റുഡിഗർ കൃത്യമായിട്ട് ലുനിനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ചാടിക്കോ എന്നുള്ളത്. അതായത് ലുനിൻ വലത്തോട്ട് ചാടിക്കോ എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ടും അങ്ങോട്ടേക്ക് തന്നെ കൊവാച്ചിച്ച് പെനാൽറ്റി എടുക്കുന്നു. അദ്ദേഹം അത്ര മികച്ച കമ്പോഷറുള്ള ഒരു ബോൾ സ്ട്രൈക്കറല്ല എന്ന് നമുക്കറിയുന്നതാണ്. അവിടെ ലുനിൻ സേവ് ചെയ്യുന്നു ചാടിയിട്ട്. അതൊരു വീക്ക് പെനാൽറ്റി ആയിരുന്നു, പക്ഷേ ഗ്രേറ്റ് സേവ് തന്നെയാണ് ലുനിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്ക് ചാടണ്ടേ. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിൽ ഗാമ്പിൾ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ടുണ്ട് ഈ ഒരു പെനാൽറ്റി സിറ്റുവേഷനിൽ. അതോടൊപ്പം തന്നെ ഇവർ കാര്യങ്ങൾ പഠിക്കും, ഇവർ ഡേറ്റാബേസ് നോക്കും, ഇതിന് മുമ്പത്തെ പെനാൽറ്റികളെക്കുറിച്ചുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പഠിക്കും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ റുഡിഗറിനെ പോലെയുള്ള കൊവാച്ചിച്ചിൻ്റെ മുൻ ടീംമേറ്റ് സഹായിച്ചു കഴിഞ്ഞാൽ അതും ഗുണം ചെയ്യും. അതാണ്. അപ്പോൾ അങ്ങനെ റയൽ മാഡ്രിഡ് അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. ഇനി ആരാണ് കിക്ക് എടുക്കാൻ വരുന്നത്? റയൽ മാഡ്രിഡിൻ്റെ വാസ്കസ് ആണ്. വാസ്കസ് വരുന്നത് എങ്ങനെയാണ്?
ഒരു പ്രഷറും ഇല്ലാതെ ബോൾ ജഗിൾ ചെയ്തിട്ടാണ് ചങ്ങായി വരുന്നത്. എന്നിട്ട് വരുന്നു, അടിച്ചിട്ട് പോകുന്നു. അതായത് എഡേഴ്സൺ ഇപ്പുറത്തേക്ക് ചാടി ചങ്ങായി വലത്തോട്ട് അടിക്കുന്നു, ഗോളാക്കി മാറ്റുന്നു. അഡ്വാൻറ്റേജ് റയൽ തന്നെ. ഇനി ഫോർഡനാണ് കിക്ക് എടുക്കാൻ വരുന്നത് സിറ്റി സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം വരുന്നു, എടുക്കുന്നു, പോകുന്നു. കോൺഫിഡൻറ്റ് ഫുട്ബോളറാണ് ഫിൽ ഫോർഡൻ. ബ്യൂട്ടിഫുള്ളായിട്ട് കിക്ക് എടുത്തിട്ട് പോവുകയാണ്. ഇനി റയലിൻ്റെ കിക്ക് എടുക്കുന്നത് നാച്ചോ. അപ്പോൾ നാച്ചോ വരികയാണ്. നാച്ചോ വന്നിട്ട് ഇതുവരെ കിക്കുകളൊക്കെ എഡേഴ്സിൻ്റെ വലത്തോട്ടാണ് പോയിട്ടുള്ളത്. നാച്ചോ ഇത്തവണ അത് കളം മാറ്റി ചവിട്ടുന്നു. അദ്ദേഹം ഇപ്പുറത്തേക്ക് അടിക്കുന്നു, എഡേഴ്സൺ വലത്തോട്ട് ചാടുന്നു, ഗോളായിട്ട് മാറുന്നു. സിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിക്ക് ഇത് പുറത്തേക്ക് അടിച്ചു കഴിഞ്ഞാലോ തടുത്തു കഴിഞ്ഞാലോ മത്സരം പരാജയപ്പെടും. ആ ഒരു റെസ്പോൺസിബിലിറ്റി ആ ഒരു സാഹചര്യത്തിൽ ഏറ്റെടുക്കുന്ന എഡേഴ്സൺ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രൈക്കിങ്ങിലുള്ള എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ടെമ്പർമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസമൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അദ്ദേഹം കിക്ക് എടുക്കുന്നു, അത് ലുനിൻ വലത്തോട്ട് ചാടുന്നു. കൃത്യമായിട്ടും ആ ഏരിയയിലേക്ക് തന്നെയാണ് എഡേഴ്സൺ അടിച്ചുള്ളത്. പക്ഷേ മനോഹരമായിട്ട് അത് പ്ലേസ് ചെയ്യാണ് അവിടെ പിന്നെ എഡേഴ്സൺ. അങ്ങനെ ഇനി റയലിന് വേണ്ടിയിട്ട് കിക്ക് എടുക്കാൻ വരുന്നത് ആന്റോണിയോ റൂഡിഗറാണ്. മനോഹരമായിട്ട് 2 ലെഗിലും ഹാലൻഡിനെ പോലെയുള്ള ഒരു സ്ട്രൈക്കറിനെ പൂട്ടിയിട്ട് മനോഹരമായിട്ടുള്ള ഡിഫെൻസീവ് ആർട്ട് നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ള മനുഷ്യൻ, ഒരു മതിൽ പോലെ നിന്നിട്ടുള്ള മനുഷ്യൻ. അവിടെ എന്താണ് ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു 5th പെനാൽറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെനാൽറ്റി, ജയിക്കാനുള്ള പെനാൽറ്റി എടുക്കാനുള്ള ഒരു ധൈര്യം, ബ്രേവറി കാഴ്ചവെക്കുന്നു. ആ ഒരു ഡിഫൻഡറാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ റുഡിഗർ ആ ബോൾ അവിടെ കൊണ്ടുവെക്കുകയാണ്. അവിടെ ബോൾ ആദ്യമൊന്നും ഇരിക്കുന്നില്ല, പക്ഷെ അദ്ദേഹം അത് വെക്കുന്നു. എന്നിട്ട് എഡേഴ്സണിലേക്കൊന്ന് നോക്കുന്നു. എന്നിട്ട് അദ്ദേഹം എഡേഴ്സിൻ്റെ വലത്തേക്ക് തന്നെയാണ് അടിക്കുന്നത്, എഡേഴ്സൺ വലത്തേക്ക് തന്നെയാണ് ചാടുന്നത്. പക്ഷേ അത് പോസ്റ്റിൽ തട്ടിയിട്ട് ഉള്ളിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അവിടെ അത്ര ക്ലീൻ ആയിട്ടുള്ളൊരു പെനാൽറ്റിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പോസ്റ്റിൽ തട്ടിയതുകൊണ്ട്. പക്ഷേ പോസ്റ്റിൽ തട്ടി അത് അകത്തോട്ട് പോയതോട് കൂടിയിട്ട് അവിടെ റയൽ മാഡ്രിഡ് വിജയിക്കുകയാണ്. മാത്രമല്ല റുഡിഗറിൻ്റെ സെലിബ്രേഷൻ അങ്ങോട്ട് ഓടുകയാണ്. അതായത് 120 മിനിറ്റ് ഡിഫെൻഡ് ചെയ്തിട്ട് ഉള്ള ചങ്ങായി ഒരു രക്ഷയില്ലാതെ ഓടുന്നു. റയലിൻ്റെ ബാക്കിയുള്ള താരങ്ങൾ ജോയിൻ ചെയ്യുന്നു. ജൂഡ് ബെല്ലിംഗാം നേരെ റയലിൻ്റെ ആരാധകരുടെ അടുത്തേക്ക് പോകുന്നു. അദ്ദേഹം ഫാൻസും തമ്മിലുള്ള റാപ്പോ ഭീകരമാണ്. ഇത്തരത്തിൽ ഫാൻസുമായിട്ട് റാപ്പ് ഉണ്ടാക്കാൻ ജൂഡിനെ കഴിഞ്ഞിട്ട് ആളുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു മോഡേൺ ഫുട്ബോളർമാരുടെ കാറ്റഗറിയിൽ ഒരു രക്ഷയില്ല. പിന്നെ ജൂഡിൻ്റെ പിന്നാലെ ടോണി ക്രോസ് പോകുന്നു, ബാക്കിയുള്ള താരങ്ങൾ പോകുന്നു. അങ്ങനെ ഭീകരമായിട്ടുള്ള സെലിബ്രേഷൻ നമ്മൾ കാണാണ്. അപ്പോൾ ഇത് പെനാൽറ്റി സംബന്ധിച്ചിടത്തോളം അതിൽ എലമെൻറ്റ് ഓഫ് ലക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മാൻ സിറ്റി സംബന്ധിച്ചിടത്തോളം അവർ 120 മിനിറ്റും എല്ലാം കൊടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒരു മെൻറ്റാലിറ്റി ആവശ്യമുണ്ട്, ലക്ക് ആവശ്യമുണ്ട്. അതൊന്നും അവർക്കുണ്ടായില്ല. അവരുടെ ബെർണാർഡോ സിൽവയുടെ പെനാൽറ്റി വളരെ വീക്കായിരുന്നു. കൊവാച്ചിച്ചിൻ്റെ പെനാൽറ്റി അതിലും വീക്കായിരുന്നു. കെവിൻ ഡെ ബ്രൂയ്നക്കും ഹാലൻഡിനും ഒരു പക്ഷേ ഗ്രൗണ്ടിൽ നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവർ പെനാൽറ്റി എടുത്തതിന് അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വന്നേനെ. പക്ഷേ അവർ 2 പേരും പെപ്പിനോട് പറഞ്ഞിരുന്നത്രേ അവരെ മാറ്റാൻ. ഹാളണ്ടൊക്കെ എങ്ങനെയാണ് മാറ്റാൻ പറയാതിരിക്കുക? കാരണം ആൾ തീർന്നിട്ടുണ്ടായിരുന്നു, ആളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്താണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, റയൽ മാഡ്രിഡ് വിജയിച്ചു കയറിയിരിക്കുകയാണ്, സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. പെപ്പിൻ്റെ ടീം അടുത്ത വർഷവും ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനുണ്ടാവും. കാരണം ഒരു രക്ഷയില്ലാത്തൊരു ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി, ഒരു രക്ഷയില്ലാത്തൊരു ടീം. അപ്പോൾ ശരിയാണ്, മത്സരത്തിന് ശേഷം റോഡ്രിയെ പോലെയുള്ള താരങ്ങളൊക്കെ ആ ഒരു റയൽ മാഡ്രിഡിൻ്റെ ഡിഫെൻസീവ് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ അതിലൊരു ഇത്തിരി ബിറ്ററായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ശരിയാണ്, എന്താണ് ഇതിൽ ഒരു ചെറിയ രീതിയിൽ പിഴവ് സംഭവിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കെവിൻ ഡെ ബ്രൂയ്ന ആ ചാൻസ് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ അത് പിന്നെ സിറ്റി വിജയിച്ച് കയറേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയതിന് ചിലപ്പോൾ ഈ ഒരു റയൽ മാഡ്രിഡിൻ്റെ ടാക്ടിക്സിനെ കുറിച്ചും കാർലോ അൻചെലോട്ടിയുടെ ഡിഫെൻസീവ് ടാക്ടിക്സിനെ കുറിച്ചൊക്കെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചു. പക്ഷേ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഡിഫെൻസീവ് മാസ്റ്റർ ക്ലാസ്സിനും എന്താണ് ചാൻസുകൾ കിട്ടിയത് ഒപ്പോസിഷൻ ടീം മിസ് ചെയ്തതിൻ്റെ കഥ പറയാനുണ്ടാവും. അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ എത്ര ചാൻസുകൾ, എത്ര ക്വാളിറ്റി ചാൻസുകൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ മനോഹരമായിട്ട് പിന്നെ റയൽ മാഡ്രിഡ് ഡിഫെൻഡ് ചെയ്തിട്ട് തന്നെയാണ് വിജയിച്ച് കയറിയിട്ടുള്ളത്. ഓർക്കേണ്ട സംഭവം, അവർക്ക് ഒരു എലീറ്റ് നമ്പർ 9 ഇല്ല. അവരുടെ ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് എറ്റിഹാദിൽ വന്നിട്ട് അവർ വിജയിച്ച് കയറിയിരിക്കുകയാണ്. വൺസ് അഗൈൻ ഞാൻ പറഞ്ഞല്ലോ, മാഞ്ചസ്റ്റർ സിറ്റി അവർ ബാക്ക് ടു ബാക്ക് ട്രബിളിനുള്ള പരിപാടിയായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയത്. അതായത് ഒരു ട്രബിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ട്രബിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. റയൽ മാഡ്രിഡിന് സാധിച്ചിട്ടില്ല അവരുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ട്രബിൾ നേട്ടത്തിനെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ ട്രബിൾ അടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഇത്രയധികം ട്രോഫികൾ അടിച്ചു കൂട്ടിയിട്ടുള്ള റയൽ മാഡ്രിഡിന് അത് അടിക്കാൻ സാധിച്ചിട്ടില്ല.
മാൻ സിറ്റിക്ക് അതിപ്പോൾ കഴിഞ്ഞ സീസണിൽ പെപ് ഗാർഡിയോളയുടെ കീഴിൽ സാധിച്ചു എന്ന് മാത്രമല്ല അവർ സംസാരിക്കുന്നുണ്ടായിരുന്നത് ബാക്ക് ടു ബാക്ക് ട്രിബിളിനെ കുറിച്ചിട്ടാണ്. ആ ഒരു തോട്ട് തന്നെ എത്ര ഭീകരമായിട്ടുള്ളൊരു തോട്ടാണ്. പക്ഷേ ആ ട്രിബിൾ നേട്ടം എന്നുള്ള സ്വപ്നം, ബാക്ക് ടു ബാക്ക് ട്രിബിൾ നേട്ടം എന്നുള്ള സ്വപ്നം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഡബിളിൻ്റെ സ്വപ്നം അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, ഈ സീസണിൽ ഈ മാൻ സിറ്റി ഒന്നും അടിച്ചിട്ടില്ലെങ്കിലും, ഒരു ട്രോഫി അടിച്ചിട്ടില്ലെങ്കിലും ഇൻക്രെഡിബിളായിട്ടാണ് അവർ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പെപ് ഗാർഡിയോളയ്ക്കും ടീമിനും കയ്യൊരു കൊടുത്തേ മതിയുള്ളൂ. കാരണം ഈ പെപ് ഗാർഡിയോള എന്ന് പറഞ്ഞ മാനേജർ അത്തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇൻസ്റ്റിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. മതിയാവൂലേ ചങ്ങായിക്ക്, അതാണ്. അപ്പോൾ എന്തായാലും ഡബിളിൻ്റെ സാധ്യത ഇപ്പോഴും വലിയ തോതിൽ നിൽക്കുന്നുണ്ട്. FA കപ്പിൻ്റെ സെമി ഫൈനൽ ചെൽസിയുമായിട്ടാണ്. അതിന് എന്താകുമോ എന്തോ. വീക്കെൻഡിലാണ്. മെൻ്റലിയും ഫിസിക്കലിയും എക്സോസ്റ്റഡ് ആയിരിക്കണേ എന്നുള്ളതാണ് എൻ്റെ ഉള്ളിലുള്ളൊരാഗ്രഹം. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സാധ്യതയുണ്ട്. ഇനി അഥവാ ഇതിൻ്റെയൊക്കെ ദേഷ്യം നമ്മളോട് തീർക്കുമോ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. പിന്നെ പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസിൽ ആ ഒരു റെക്കോർഡ് ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു സെറ്റ് ബാക്കിൽ നിന്ന് എങ്ങനെ ഉയർത്തിയെഴുന്നേൽക്കുന്നതാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, അവർ ശ്രമിച്ചു, മാക്സിമം ശ്രമിച്ചു. പക്ഷേ റയൽ ആ വാതിൽ അങ്ങോട്ട് അടച്ചു. അതിലാണ് അവർ പരാജയപ്പെട്ടു പോയത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇതാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. 2 പാട്ടുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബയൺ മ്യൂണിക്കിനെ കുറിച്ച് സംസാരിക്കണം. തോമസ് ടുക്കേലിൻ്റെ ബയൺ മ്യൂണിക്കിനെ കുറിച്ച് സംസാരിക്കണം. അത് ഉടൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അതെനിക്ക് പേഴ്സണലി വലിയ താല്പര്യമുള്ളൊരു ടോപ്പിക്കാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.